നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിന്റെ ഉമ്മയുടെ അനുവാദം വാങ്ങണ്, നിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണ്, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ പൊന്നുമോര്. എത്ര പേരാ വാപ്പയോട് അനുവാദം ചോദിച്ചത്? പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? വാപ്പയോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന ഉമ്മ, എല്ലാം നഷ്ടപ്പെട്ടു പോയുമ്മ. അവസാനമല്ലടാ ചെറുപ്പക്കാരാ പറയേണ്ടത്, ഈ സദസ്സിലിരിക്കുന്നവരോട് പടച്ചവനെ നിങ്ങളും ആരോട് പറയും? നിങ്ങളുടെ ഭാര്യമാരോട് പറയുമല്ലോ, നിങ്ങളുടെ ഭാര്യമാരോട് കച്ചവടം തുടങ്ങുമ്പോ പറയുമല്ലോ, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോ ഭാര്യയോട് പറയുമല്ലോ. എന്തേ ഉമ്മയോട് പറയാത്തത്? എന്തേ ഉപ്പയോട് പറയാത്തത്? പറയേണ്ടത് അവരോടല്ലേ ചെറുപ്പക്കാരാ. ആദ്യമായിട്ട് പറയേണ്ടത് മാതാപിതാക്കളോടല്ലേ. ഭാര്യ ഇന്നലെ കേറി വന്നവളല്ലേ, അവൾ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ. മോനെ, നീ വിചാരിക്കും അത് ചെറിയ പാപമാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദ് പറയേണ്ടത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നിനക്കതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ, നിനക്കതിലൂടെ വരുന്ന നഷ്ടത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ പെങ്ങള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ചാരത്ത് കിടന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽഖമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമ ഒരു വഖത്ത് പോലും മുടക്കാത്ത സഹാബിയാ. പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി ചോദിക്കുകയാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ഉമ്മയുമായിട്ട് എങ്ങനെയാണ് അൽഖമ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാ. പക്ഷേ നബിയേ, അൽഖമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും കേട്ടോ, ഓരോ മക്കളും കേട്ടോ, മോനെ ഇത് നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. പെങ്ങളെ, സിറാജിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നെ വേദനാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉമ്മാ
എങ്ങനാ ഉമ്മ, എങ്ങനെയാണ്? അവിടെന്ന് പറയുന്നു നബിയേ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. പക്ഷേ ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എന്തുണ്ടെങ്കിലും അവൻ ആദ്യം വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്നത് അവന്റെ ഭാര്യയോടാ, പിന്നെ എന്നോട് പറയുകയുള്ളൂ. അവൻ രണ്ടാമത് എന്നോട് പറയുകയുള്ളൂ. അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാൻ അവന്റെ ഉമ്മയല്ലേ നബിയേ, ഞാൻ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയേ, അവൻ എന്നെക്കാലു സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്മ. അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല ഉമ്മ, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്ക്. അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, ഇല്ല നബിയേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാ പാടില്ലായിരുന്നല്ലോ, ഞാൻ അവന്റെ ഉമ്മയല്ലേ. എടാ ചെറുപ്പക്കാരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ നാവ് പൊങ്ങാത്തതിന്റെ കാരണം എന്തെന്നറിയോ? എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ, പിന്നെ ഉമ്മയോട് പറയാറുള്ളൂ. ആ ഒറ്റ മനസ്സ് വേദനിച്ചതിന്റെ പേരില്, ആ മാതാവിന്റെ മനസ്സ് വേദനിച്ചതിന്റെ പേരില് അവിടുന്ന് ഷഹാദത്ത് കലിമ പറയാ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ ഇത് സാധാരണ ഒരാളല്ല, അസ്വഹാബി കന്നുജൂ, എന്റെ സ്വഹാബികള് നക്ഷത്ര തുല്യരാ, അവരെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടവരാ. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലാണ് സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാനെക്കാല് സ്ഥാനം കൊടുക്കുന്ന, ഉമ്മയെക്കാല് ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ മുന്നിൽ പോയ സർവ്വ രഹസ്യങ്ങളും പറയുമല്ലോ, പറഞ്ഞിട്ടെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ? ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് നഷ്ടം വന്നപ്പോ, ഏതെങ്കിലും കച്ചവടം നടത്തിയിട്ട് നഷ്ടത്തിലായി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, വീട്ടിൽ കയറി ചെന്നിട്ട് പെണ്ണും പിള്ളയെടുത്ത് പറഞ്ഞ അവള് പറയുന്ന വാക്കെന്താ? അങ്ങനെ തന്നെ വേണം. ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് എടി എല്ലാം നഷ്ടപ്പെട്ടു പോയടി എന്ന് പറയുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ നിന്റെ ഉമ്മാനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവസാനം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഉമ്മാടെ മടിയിൽ പോയി കിടന്നിട്ട് ഉമ്മ എല്ലാം പോയുമ്മ എന്ന് പറയുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പോട്ട മോനെ അല്ലാഹ് നിനക്ക് തരുമടാ, ആ ഒരു വാക്ക്, അതാ ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബി ഇന്ന ഖൗമീ,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് സമ്മാനമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തതാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ നീ സ്നേഹിക്കണേ, ആ ഖുർആനിനെ നീ സ്നേഹിക്കണേ. പച്ച മലയാളത്തിൽ പറഞ്ഞ മോനെ, പള്ളിയിലെ ഉസ്താദ് നിന്റെ വീടിന് കുറ്റിയടിക്കാൻ വരുമ്പോ അവിടെ നിന്നുകൊണ്ടൊരു യാസീൻ ഓതുമല്ലോ, ഒരു ഫാത്തിഹ ഓതുമല്ലോ. കടയുടെ ഉദ്ഘാടനത്തിന് വന്നാല്, വീടിന്റെ ഉദ്ഘാടനത്തിന് വന്നാല്, ഒരു വാഹനം എടുക്കുന്ന സമയമാണെങ്കിലും ഏത് കാര്യത്തിനും പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അത് ഖുർആനിനെ സ്നേഹിക്കലാ, ഖുർആനാ സദസ്സിൽ ഓതലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദ് വീടിന്റെ കുറ്റിയടിക്കാൻ വരുമ്പോഴും യാസീൻ ഓതുമല്ലോ, അതാ മരണ വീട്ടിൽ പോയാലും യാസീൻ ഓതുമല്ലോ, ഖബറിന്റെ ചാരത്ത് പോയാലും യാസീൻ ഓതുമല്ലോ, എന്തേ വേറെ ഒരു സൂറത്തും ഓതാത്തത്? യാസീൻ മാത്രം ഓതുന്നത് എന്തിനാ? എടാ വെറുതെ അല്ലടാ ചെറുപ്പക്കാരാ, സമയമില്ല പടച്ചവന്, ഒരു യാസീൻ ഓതാ സമയമില്ല പടച്ചവനെ. നിന്റെ വീടിന്റെ താമസം കേറുമ്പോ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഫാത്തിഹ ഓതിയാ മതി, യാസീൻ ഓതണ്ട കാരണം സമയമില്ല. കല്യാണം നടക്കുന്ന സദസ്സിൽ ആരാപ്പ യാസീൻ ഓതുന്നേ? അല്ലാഹുവേ ഖുൽ ഹുവല്ലാഹു ഖുൽ ഔദു റബ്ബിൽ ഫലക് നാസ്, തീർന്നു, ഇത്രേ ഉള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതണം. യാസീൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യാസീൻ ഓതുന്ന സമയത്ത് ഒരാള് യാസീൻ ഓതുമ്പോ, പടച്ചവനെ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് യാസീൻ ഓതിയ അതിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. വാഴ് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, വാഴ് കേൾക്കാൻ വന്നവർക്ക് ഫ്രൂട്ടി കുടി, ഉസ്താദിന് വാട്ടവെള്ളം, നിങ്ങൾക്കൊക്കെ എന്താ ഫ്രൂട്ടിയാണോ കുടിക്കണേ? എന്താ കുടിക്കണേ? ഫ്രൂട്ടി. ശരി, അള്ളാഹു എനിക്ക് ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ചുമ്മാ പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെ പോയാലും യാസീൻ അല്ലേ ഓതണേ? പറ മനുഷ്യ, യാസീൻ അല്ലേ ഓതണേ? മരണ വീട്ടിൽ പോയ യാസീൻ ഓതും, പള്ളിക്കാട്ടിൽ പോയ യാസീൻ ഓതും, കല്യാണ വീട്ടിൽ യാസീൻ ഓതും, എവിടെ പോയാലും യാസീൻ ഓതും. എന്റെ 114 സൂറത്ത് യാസീൻ മാത്രമേ ഉള്ളൂ. എന്റെ ബക്കറ ഓതാത്തെ? എന്തേ ബക്കറ ഓതാത്തെ? നീ വിചാരിച്ച ഉസ്താദിന് കൈമടക്കിട്ടാനാണെന്ന്? അല്ല മോനെ, അല്ല. യാസീൻ ഓതുമ്പോ നിന്റെ മനസ്സിൽ എന്താണോ നീയത്ത്, ആ നീയത്ത് അല്ലാഹു നിനക്ക് സാധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഖുർആൻ ഓത്, നീ ഖുർആൻ ഓത്. എവിടാപ്പ ഖുർആൻ ഓതല്? നിക്കാഹ് നടക്കുന്ന സദസ്സിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ ഫാത്തിഹ ഓതുന്നേ. വേണ്ടപ്പ ഞാൻ സന്തോഷം. കല്യാണ വീട്ടിൽ യാസീൻ ഓതിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ, ഏത് കല്യാണം നടക്കുന്ന സദസ്സിലാ മോനെ യാസീൻ ഓതിയിട്ടുള്ളത്? അവിടെ ഉസ്താദ് ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ് ചൂട് മൊട്ട വായിലിട്ടിട്ടുണ്ടല്ലേ? എന്തോ ചൂട് വായിക്കകത്തിട്ടിട്ട് ഇതിനേക്കാളും സ്പീഡിൽ ഓതാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഓതനെ. എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ, അന്ന് അവിടെ ഉഹദ് യുദ്ധം നടക്കും. പടച്ചവനെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തോ പറയുന്നല്ല. എടാ, ഒരു വീട് വെക്കും, 2 നിലയുള്ള കൊട്ടാരം പണിതു, തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും, അവന്റെ അഹങ്കാരം കണ്ടോ, എന്തിനാടാ ഇത്രയും വലിയ വീട്?
അവന്റെ വീട് ഇതിനെക്കാളും വലിയ വീടാ. നീ ഒരു വീട് വെച്ചു, താമസം കയറുന്ന നാട്ടുകാരെ മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും. അതൊന്നും പോരാ. എന്തെല്ലാം പറയോ അവന്റെ അഹങ്കാരം കണ്ടോ. എവിടുന്ന് അറബി എത്തീങ്ങാനിലാക്കിയിട്ട് കൊണ്ടുവന്നതാടാ, ഇതൊന്നും ഹലാലായ പൈസ അല്ലടാ, നിന്റത് തിന്നിട്ട് പ്രാവിയിട്ട് കണ്ണെറ് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല, ഒരല്പം ബാക്കി വെച്ചേക്കും, കണ്ണീർ കിട്ടാതിരിക്കാൻ. എല്ലാം ചെയ്തു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല, അൽഹംദുലില്ലാ അങ്ങ് തുടങ്ങിയതാ, ഒരല്പമെങ്കിലും വെക്കും. അതിനെന്ത്, എന്തിനാ ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും, എന്തിന്? കണ്ണീർ കിട്ടാതിരിക്കാൻ. കണ്ണീർ വലിയ വിഷയമാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഹദീസ് തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞ, വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കാം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും, ആമിന എന്തൊരു കൊലയാടി ഇത് പടച്ചവനെ, അല്ലാഹുവേ ആ കൊല അവിടെ നിന്ന് അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആൾക്കാരുടെ നാവ് അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട, ഞാൻ എന്റെ ഒരു അനുഭവം, വലിയ പെരുന്നാളിന് ഉളുഹിയ ഇറക്കാറുണ്ട്. അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരു അച്ചായന്റെ വീട്ടിൽ പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ. ഒരു അച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും, എന്നിട്ട് കൊടുക്കും. അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട്, പക്ഷെ പോത്തിന്റെ വാലിലെ തോൽ ഉരിഞ്ഞു പോയി. അത് കാരണം അച്ചായൻ തന്നെ പറഞ്ഞു, ഉസ്താദ് ഇത് നിങ്ങൾക്ക് ഉളുഹിയയ്ക്ക് പറ്റുന്നതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ. അപ്പൊ അയാള് പറയാ, ഉസ്താദെ ഒരുത്തൻ ഇത് നോക്കാൻ വന്നു. ഇത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പോ അവൻ പറഞ്ഞു, അവൻ പൈസ പറഞ്ഞു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതിന്റെ വാല് വല്ലാത്തതാച്ചാ, എന്തൊരു വാല പടച്ചോനായി. അവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി ആ വാലങ്ങ് പോയി. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വല്ലാത്ത വാലാന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്ന് വീണ്ടും വില പറയാൻ, വാല് പോയില്ലേ, അച്ചായ കൊടുക്കുന്നു. അപ്പൊ അച്ചായൻ പറഞ്ഞു, ഇത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. അപ്പൊ ഓൻ പറയാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്ക് കണ്ണീർ വല്ലാത്തതാ. ഇന്നത്തെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട്, ഇപ്പം വീടിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പടച്ചവനെ ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ. ഏത് പുതിയ വീടെടുത്ത് നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര? നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ, ഇനി ഇതാരും ക്ലിപ്പാക്കിയേക്കരുത്. ഞാൻ ചോദിച്ച ഒരു കാര്യം, അങ്ങനെ ഒരു റൂം പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല. നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു. നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂം, അതിനകത്ത് വേറെ ആരും കയറാറില്ല, പൊടിയടിച്ച് അവിടെ തന്നെ കിടക്കും. എന്റെ പ്രിയപ്പെട്ടത്, അതുപോലെ അടുക്കള. എത്ര അടുക്കളയുണ്ട്? 3 എണ്ണം. 1 അല്ല 3 എണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ മഹത്തുക്കൾ പറയുന്നത് വീട്ടിൽ ഒരു അടുക്കളയെ പാടുള്ളതാണ്. കാരണം എന്താ? പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള 4 ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കളയിൽ കിടന്നിട്ട് കസേര കളിയാ. ചെറിയ അടുക്കളക്കകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും, ശരീരം തട്ടും, പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ ചർച്ചകൾ മുഴുവനും ആ അടുക്കളക്കകത്താ. പക്ഷേ അവരാ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കിടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു, കുശുമ്പില്ലായിരുന്നു, അടിയില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു. മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു. ഇപ്പോഴോ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, ഒരെണ്ണം വെളിയിൽ, എന്നിട്ട് സ്ക്രൂ കൊടുക്ക, അവസാനം അടിച്ചു പിരിയ. മനസ്സുകൾ അകന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇന്ന് വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര, എല്ലാരും കഞ്ഞിമൂലയാ നോക്കണേ. ഒരാള് വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യം ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കുക. ഒരാള് വീട് പണിയുന്ന സമയത്ത്, ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക്. അല്ലാതെ ആശാരി പറയുന്ന എന്തിനാ കേൾക്കണേ? എടാ, വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനാ കേൾക്കണേ? നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണ് പണിയും, അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും ഇടിച്ചു കളഞ്ഞേക്കാൻ.
എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര, ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, അതാ വേണ്ടത്, അല്ലാതെ കന്നിമൂലയല്ല. വാതിൽ ഇവിടെ വന്നാ കുഴപ്പം, അവിടെ വന്നാ കുഴപ്പം, ഇതിലേ കയറിയാ കുഴപ്പം, എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വന്നതിന് ശേഷം കിടന്ന് നെഞ്ചത്തടിക്കാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ആലോചിക്ക്. ഞാൻ പറഞ്ഞു വന്നത് യാസീനോദ് സഹോദര, യാസീനോദ്, അള്ളാഹുവിന്റെ ഖുർആനോദ്. മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ യാസീൻ ഓതുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അതവന് കൊടുക്കും. യാസീൻ ഓതിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയമുള്ളവരെ, പടച്ച റബ്ബേ, ദുനിയാവിൽ നിന്നെ വേദനിപ്പിച്ചാലും നിന്നെ പ്രയാസപ്പെടുത്തിയാലും നിനക്ക് സന്തോഷം തന്നില്ലെങ്കിലും ദുഃഖം തന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിനക്ക് അല്ലാഹു ഒരു സന്തോഷം തരുമല്ലോ. അല്ലാഹു നിനക്ക് നാളെ ഒരു സന്തോഷം തരുമല്ലോ. അല്ലാഹു നിന്നെ സന്തോഷിപ്പിക്കുന്നത് സ്വർഗ്ഗം തന്നിട്ടാ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഈ പള്ളിയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ തടമ്പുള്ളവരും താടിയുള്ളവരും തൊപ്പി ധരിച്ചവരും ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിൽ തസ്ബീഹും പിടിച്ചു നിൽക്കുന്നവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കുന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകന്റെ പുറകിലതാ മറ്റുള്ള പ്രവാചകന്മാര്, അവിടുത്തെ സ്വഹാബത്ത്, താബീഈങ്ങള്, തബഉ താബീഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹു ആദരിച്ചവർ മുഴുവനും കടന്നു പോകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ആ സ്വർഗ്ഗത്തിൽ പോകാൻ എന്റെ ദൃഢതയാണ്. ആ സ്വർഗ്ഗത്തിൽ പോകാൻ നിന്റെ കയ്യിൽ എന്ത് അമലാണ് ഉള്ളത്? ഒരമലുമില്ലല്ലോ. ഈ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നവര് ഇശാ നമസ്കാരം ഈ പള്ളിക്കകത്ത് കഴിഞ്ഞല്ലോ. ഇമാമിന്റെ പുറകിൽ നിന്നുകൊണ്ട് നീ എന്തൊക്കെയോ കാണിച്ചല്ലോ. ആ നമസ്കാരമെങ്കിലും നിനക്ക് പറയാൻ കഴിയുമോ? ഈ പള്ളിക്കകത്ത് നിന്ന് നമസ്കാരം കഴിഞ്ഞ ഓരോ മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, മനുഷ്യ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യനെ മുസാഫഹത്ത് ചെയ്തിട്ട് അവന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ തിരുന നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ കരയുകയാ, മലക്കുകൾ ശപിക്കുകയാ. എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചവന്, എടാ നരകത്തിന്റെ അവകാശിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം നീ പാഴാക്കിയല്ലോ. പടച്ചവനെ, നരകത്തിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാണ്, അടുത്ത വഖത്തിന് മുമ്പെങ്ങാനും നീ തൗബ ചെയ്യാതെ മരിച്ചു പോയാ നീ നരകത്തിന്റെ അവകാശിയാണെന്ന്. അതാ പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനോട് മലക്കുകൾ പറയുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ പള്ളിയുടെ മുന്നിൽ ഇശാ നമസ്കരിച്ചിട്ടിരിക്കുന്ന മുസ്ലിമേ, നിനക്ക് പറയാൻ കഴിയുമോ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറഞ്ഞെന്ന് പറയാൻ കഴിയുമോ? കാരണം നിനക്ക് തന്നെ അറിയാം നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിന്നെ എന്തിനാണ് കണ്ണുനീര് കൊടുപ്പിക്കുന്നത്? അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് രോഗങ്ങൾ തരുന്നത്, അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത്, അല്ലാഹു നിനക്ക് വീട് തരാത്തത്, നിന്റെ കച്ചവടം മുഴുവനും തകർക്കുന്നത്, സാമ്പത്തികമായി നഷ്ടം തരുന്നത്, അല്ലാഹു നിനക്ക് കടം തരുന്നത് എന്തിന്റെ പേരിലെന്നറിയുമോ? നിനക്ക് സ്വർഗം തരാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖസിം മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ എങ്ങനെ പരീക്ഷിക്കും, ഞാൻ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എല്ലാവരുടെയും ഒരു പരാതിയാണ്, ഉസ്താദെ എന്ത് ചെയ്താലും നേരെയാകുന്നില്ല. 2 നില വീടുണ്ട്, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ആവശ്യത്തിന് സമ്പത്തുണ്ട്, തിന്നാ വയറ് നിറയുന്നില്ല. സഞ്ചരിക്കാൻ വാഹനമുണ്ട്, എന്നാൽ സുന്ദരിയായ ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. 3 4 മക്കളുണ്ട്, കണ്ണിന് കുളിർമയുണ്ടാകുന്നില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? ബറക്കത്തില്ല. ഏത് കാര്യം എടുത്തു നോക്കിയാലും ബറക്കത്ത് കിട്ടുന്നില്ല. ഏത് കച്ചവടം തുടങ്ങിയാലും ബറക്കത്തില്ല. എന്തേ അതിന്റെ കാരണം? ഈ ബറക്കത്ത് എന്ന് പറയുന്ന സാധനം ബറക്കത്ത് എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണതല്ല. ബറക്കത്ത് എന്ന് പറയുന്ന സാധനം അത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാ. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ, ആമീൻ പറ. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് എങ്ങനാ ബറക്കത്ത് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പൊ വീട് വെക്കാൻ തുടങ്ങി, ഒരാള് വീട് വെക്കാൻ തുടങ്ങി, ഒരാള് കട തുടങ്ങാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി, എന്ത് ചെയ്യേണ്ടത്? ചുമ്മാ ചാടിക്കേറി ചെയ്താ പോരാ. ഒരാള് വീട് വെക്കാം, ഇങ്ങോട്ട് നോക്ക്, ഒരാൾ ഇവിടെ വീട് വെക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ജമാഅത്തിന്റെ ഖജാൻജി ഇല്ലേ, നൗഫലിനെ കാണുന്ന കാലം തൊട്ടേ ഞാൻ പറയടാ, പൊന്നാര ചങ്ങാതി ഒരു വീട് കെട്ടടാണ് എന്ന് കാണുമ്പോ അള്ളാഹു അവന് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നൗഫലിന്റെ വീട് പണി പെട്ടെന്ന് തുടങ്ങിയേക്കണം കേട്ടോ. അൽഹംദുലില്ലാ. അള്ളാഹു അവന്റെ ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഒരാൾക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരാൾക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ആദ്യം ചെയ്യേണ്ടത് എന്താ? പറ ചങ്ങാതി, ആദ്യം ചെയ്യേണ്ടത് എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, എന്ത് ചെയ്യണം? പറ മനുഷ്യ. ആദ്യം ഒന്നും വേണ്ട, ഈ പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തു വാങ്ങാൻ കമ്മിറ്റി തീരുമാനിച്ചു. അവരാദ്യം ചെയ്യേണ്ടത് എന്താ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. അതിന്റെ ഉടമയോട് പോയി ചോദിക്കണില്ലേ? പറ, എന്താ ചെയ്യണ്ടേ? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? എന്ത് ചെയ്യണ്ടേ? ഒരാള് ഈ കാണുന്ന വസ്തു വാങ്ങാൻ ജമാഅത്തിന്റെ കമ്മിറ്റി തീരുമാനിച്ചു. ഉടനെ കമ്മിറ്റി പൊതുയോഗമാണോ വിളിക്കണ്ടേ? അതോ വീട്ടുടമയാണോടാണോ ചോദിക്കണ്ടേ? പൈസ ഉണ്ടോന്നാണോ നോക്കണ്ടേ? എന്ത് ചെയ്യണ്ടേ? ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്തുകൊണ്ടാ മോനെ നീ വീട് വെച്ചിട്ട് സമാധാനമില്ലാത്തത്? നീ വീട് വെക്കാൻ തുടങ്ങിയപ്പോ ആദ്യം പോയി നോക്കിയത് എഞ്ചിനീയറെയാ, പിന്നെ ആ വസ്തു എടുത്തേ. ഒരു വീട് വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോ വസ്തു വാങ്ങിയില്ല, എഞ്ചിനീയറെ നോക്കിയില്ല, പണം ഉണ്ടോ നോക്കിയില്ല. ആദ്യം തന്നെ നിന്റെ മനസ്സിൽ
5 ബെഡ്റൂം വേണം, 4 ബാത്റൂം വേണം, 3 അടുക്കള വേണം, 2 നില വേണം. നീ പ്ലാൻ വരച്ചു ഹൃദയത്തിൽ. ഒരു കട തുടങ്ങണമെന്ന് തീരുമാനിച്ചു. പടച്ചവനപ്പം തന്നെ എന്നെ ബിസിനസ് തുടങ്ങണം, നല്ല പൈസ ഉണ്ടാക്കണം, അവിടെ നിന്ന് എടുക്കണം, ഇവിടെ നിന്ന് എടുക്കണം, നീ തീരുമാനിച്ചു. എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ചെയ്തോ ഇല്ലയോ ഇത് ചിന്തിക്ക്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവന് നഷ്ടമല്ല, ലാഭമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തിട്ടില്ലയോ ഖത്തം ഹോഗയാ, അതിന്റെ കാര്യം പോയി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാ. ആദ്യം എന്തേ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വരിക. പടച്ചവനെ, മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇവിടെ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ തീരുമാനമെടുക്കുമ്പോ, അതാ പടച്ചവനെ, ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനമെടുക്കുമ്പോ, അതാ ഒരു പെണ്ണ് കെട്ടാ തീരുമാനമെടുക്കുമ്പോ, ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടതെന്ന് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് വന്നൊരു അനുചരം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തുവുണ്ടല്ലോ, അത് പള്ളിക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാര് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പൈസയുണ്ടോ എന്ന് നോക്കലല്ല, പടച്ചവനെ വീട്ടുകാരോട് ചോദിക്കലല്ല, കമ്മിറ്റി കൂടി തീരുമാനിക്കലല്ല. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണേ. മോനെ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് നീ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, നിനക്കറിയില്ല ഇത് ഖൈറാണോ ഇത് ശർറാണോ? ഒരു കച്ചവടം തുടങ്ങിയാൽ ഇതുകൊണ്ട് നീ നേരെയാകുമോ? നിന്റെ സമ്പത്ത് മുഴുവനും തകർന്നു പോകുമോ? നീ നഷ്ടത്തിലാകുമോ? ഇത് കാരണം നിന്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമോ? ഖൈറും ശർറും നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കട്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു. അല്ലാ, ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, നിനക്കറിയാം പടച്ചവര്. അല്ലാഹുവേ, നല്ലതാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നടത്തി തരണേ അല്ലാ, ഇത് എളുപ്പത്തിലാക്കണേ തമ്പുരാറ്. ഇത് നല്ലതല്ലെങ്കിൽ എനിക്ക് നീ തടസ്സങ്ങൾ തരണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നീ നമസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം, ഇത് നല്ലതാണോ മോശമാണോ? അള്ളാന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കുക, പടച്ചവനെ നിസ്കരിച്ചില്ലല്ലോ അള്ളാഹ്, നിനക്കറിയില്ല ഇത് നല്ലതാണോ മോശമാണോ, അത് അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. അപ്പൊ നല്ലതാണെങ്കിൽ അള്ളാഹ് നേരിട്ടൊന്നും വരൂല, നല്ലതാണെങ്കിൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞു തരാൻ പറ്റൂല. അള്ളാഹു എന്ത് ചെയ്യും? നീ തട്ടുന്ന വഴികളെല്ലാം അള്ളാഹു തുറന്നു തരും, എളുപ്പമാക്കി തരും. തടസ്സങ്ങൾ കണ്ടാ മനസ്സിലാക്കി കൊള്ളണം, ഇത് നല്ലതല്ല.
എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നല്ലതല്ല, ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആരോടും ചോദിക്കാതെ പറയാതെ പോയി ഒരു കച്ചവടം തുടങ്ങി അവസാനം യത്തീംഖാനയിലാകുമ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി, കൊത്തുവാള എടുത്തിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവസാനം ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും? ഫിറഔൻ വിളിച്ചില്ലേ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, പെടുമ്പോ എല്ലാണും വിളിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എടാ ഫിറഔന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എടാ നീ അല്ല ദൈവം, അല്ലാഹ് ഉണ്ടടാ, വിശ്വസിക്കടാ, പറ്റൂല. അവസാനം ചെങ്കടലിന്റെ അകത്ത് മുങ്ങി ചാകുമ്പോ എന്തേ പറഞ്ഞേ? ഖുർആന്റെ അടുത്ത് നോക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അവസാനം വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചാകാൻ പോകുമ്പോ വിളിച്ചു, മൂസാ നീ പറഞ്ഞത് തന്നെ ശരിയെന്ന്. അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, ചെളിവാരി വായിക്കാത്തിട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ബർക്കത്തുണ്ടാകണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ആദ്യം എഞ്ചിനീയറെ അല്ല കാണേണ്ടത്, അള്ളാനെ കാണാൻ. അള്ളാഹുടെ മുന്നിൽ വെക്ക്. 1-2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കണം. അത് നല്ലതാണോ മോശമാണോ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, രണ്ടാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനാണ് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആലോചിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതെ പോയ കാര്യമാണ്. ചില മക്കൾക്ക്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാടാ. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 അധ്യായങ്ങൾ കാണാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ശുഅറാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മോനെ, അറിവുള്ളവരോട് ചോദിക്കണേടാ ചെറുപ്പക്കാരാ. ഇതിനെക്കുറിച്ച് നീ മുസാവറ ചെയ്യണേ. ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കടാ പൊന്നുമോന്. നിന്റെ വാപ്പയോട് നീ ചോദിക്കണേ. എടാ, ഏതെങ്കിലും പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുമ്പോ അതിനെക്കുറിച്ച് അത് ചെയ്ത് പരിചയമുള്ളവരോട് നീ ചോദിക്കണം. അതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണേ. ഇത് പറഞ്ഞത് ഞാനല്ല, ആരാ കാണിച്ചു തന്നതെന്നറിയുമോ? അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവാണ് മാതൃക കാണിച്ചു തന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലു ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യ? അല്ലാഹുവിനെ മലക്കുകളെ വിളിച്ചിട്ട്, മലക്കുകളെ, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അല്ലാഹുവിക്ക് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, മലക്കുകളെ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തേ മലക്കുകൾ പറഞ്ഞത്? വേണ്ട പടച്ചവനെ,
അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, വേണ്ട പടച്ചവനെ, മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ നീ സൃഷ്ടിക്കേണ്ട പടച്ചവനെ. അപ്പോഴും അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പലതുണ്ട്. അള്ളാഹു മലക്കുകളോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്തത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്കറിയാം. അനുകൂലമായിട്ടല്ല മലക്കുകൾ മറുപടി പറഞ്ഞത്. അള്ളാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അറിവുള്ള അള്ളാഹ് ചോദിച്ചത് എന്തിനാ? എനിക്ക് നിങ്ങൾക്കും പഠിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മലക്കുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് അള്ളാഹ്ക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അള്ളാഹു, ഞാൻ എങ്ങനെ അള്ളാഹ് അവന്റെ അടുത്ത് പോയിട്ട് അതിനെ കുറിച്ച് ചോദിക്ക? ഈഗോ അല്ലേ? ഞാൻ എങ്ങനാടാ പള്ളിയിൽ അത്തീബന്റെ അടുക്ക പോയിട്ട് ഉസ്താദ് പെണ്ണ് കെട്ടാൻ പോവാ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ചോദിക്കണേ? എങ്ങനെ, എന്തിനാ ചോദിക്കുന്നത്? ഈഗോ. എന്നാൽ പടച്ചവനെ, നിന്നെക്കാളും പാവപ്പെട്ട ഒരുത്തൻ ഇവിടെ ഉണ്ട്. പണ്ട് മുതലേ കച്ചവടം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനാ. കാക്ക പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാ വിജയിക്കുമോ? എങ്ങനെ ചോദിക്കും? നിന്നെക്കാളും താഴ്ന്നവനല്ലേ, മടി. എന്നാൽ അള്ളാഹ് അങ്ങനല്ല. അള്ളാഹ് ആ മാതൃക കാണിച്ചു തന്നത്, നീ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ മുഷാവറ ചെയ്യണം. അറിയുന്നവരോട് നീ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ചെയ്തോ? മുഷാവറ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്തെങ്കിലും കാര്യം ആരാപ്പ ഏത് ചെറുപ്പക്കാരനാടാ പെണ്ണ് കെട്ടുന്ന സമയത്ത് പാപ്പാനോട് മുഷാവറ ചെയ്തത്? കാരണവന്മാരോട് മുഷാവറ ചെയ്തത്? എവിടെ മുഷാവറ ചെയ്യാൻ? റോഡിന്റെ സൈഡിൽ നിന്നവള് കൈ കാണിച്ചപ്പോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്. എന്ത് മുഷാവറ? എന്ന് മുഷാവറ? പെണ്ണ് കെട്ടിയിട്ട് വാപ്പാടുത്ത് പോയിരിക്ക. വാപ്പ ഇങ്ങനെ നോക്കുമ്പോ തന്റെ മകന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ അതിനകത്ത് ബദർ നടക്ക, ബദർ യുദ്ധം, പെണ്ണും പിള്ളയും ഭർത്താവിനും കൂടെ. തന്റെ മോനെ വരച്ച വരെ നിർത്ത. ഉമ്മ നോക്കുമ്പോ ഇന്നലെ കേറി വന്ന വിളിച്ച, ഇങ്ങോട്ട് വായിച്ച, അങ്ങോട്ട് വായിച്ച, ഇട്ട് തട്ട. ഉമ്മ ഇങ്ങനെ നടക്ക. പടച്ചവനെ, എന്ത് പറയാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ മോൻ ഇങ്ങനെ ഉമ്മാനെ നോക്കും. എങ്ങനെ നോക്കാതിരിക്കും? റോഡിന്റെ ചാരത്ത് നിന്നപ്പോ ആര് പറഞ്ഞു വിളിച്ചോണ്ട് വരാ? എടാ, പണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ, പണ്ടുള്ള ആൾക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകും, ബോധമുള്ള ആരെങ്കിലും. വീട്ടിൽ നിന്ന് പ്രായമുള്ള വാപ്പാനെ കൊണ്ടുപോയില്ലെങ്കിലും അനുജന്മാര്, വാപ്പാടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉമ്മാടെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ആരെയെങ്കിലും പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകും. എന്തിന്? വിവരമുള്ളവരെ കൊണ്ടുപോകാൻ. ഇന്ന് അങ്ങനല്ല, രണ്ട് മലക്കുകളെ വിളിച്ചുകൊണ്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോണ കോലെങ്ങനെന്നറിയോ? രണ്ട് ചങ്ങാതിമാരെ വിളിക്കും. രണ്ട് ചങ്ങാതിമാരെ വിളിച്ചിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. ഒരുങ്ങി ഇറങ്ങുമ്പോ ഇതിലെ പുതിയാപ്പിള ആരാന്ന് നോക്കണം. കാരണം രണ്ട് മക്കളുള്ളവനും സെറ്റപ്പായിട്ടാ നിക്കണേ. അങ്ങനെ രണ്ടുപേരും കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ 3 പേരും കൂടെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിന്റെ വാ മക്കളെ അള്ളാഹ് വാ വിളിച്ചകത്തേക്ക് കയറ്റി ഇരുത്തി. അൽഹംദുലില്ലാ, അവസാനം പെണ്ണിങ്ങനെ ചായയും വെള്ളമായിട്ട് വരിക. ചായയും വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ മോനെ, ഇതാ മോളെ, പുതിയ ആപ്പള കൊണ്ടുവന്ന് ചായ അങ്ങോട്ട് കൊടുക്കും. ചായ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോ ഇങ്ങനെ നോക്കും പെണ്ണിനെ. പുതിയ പയ്യൻ ഇങ്ങനെ പെണ്ണിനെ നോക്കും. എന്നിട്ട് വലത്തേക്കും ഇടത്തേക്കും ഒന്ന് സലാം പറയണ പോലെ നോക്കും. ഇവൻ പെണ്ണിനെ നോക്കിയിട്ട് ഇവൻ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കും. അളിയാ കൊള്ളാവോ അളിയാ? ആരോട്? കൂടെ 2 മലക്കളെ കൊണ്ടുപോയില്ലേ? ഇവന്മാരോട് ചോദിക്കും കൊള്ളാവോടാന്ന്. ഒരു MRI സ്കാനിങ് ആവൻ. ഇങ്ങനെ ഒരു നോട്ടുണ്ട്. അടുത്തിരിക്കണ കൂട്ടുകാരെ ഇങ്ങനെ തല മുതൽ കാല് വരെ നോക്കും. എന്നിട്ട് പറയും, ചിലപ്പം പറയും സെറ്റപ്പാ എടുത്തോളെ. അപ്പോഴേ സമ്മതിക്കും. ഇതാ ഇന്നത്തെ കല്യാണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ കണ്ണീര് കുടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. എന്നാ പണ്ടങ്ങനല്ല. വാപ്പായിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ മക്കള് പറയുമായിരുന്നു, ഉമ്മ നിങ്ങൾ പോയി നോക്ക്. കാരണം എന്നെക്കാലം നല്ലതുപോലെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്കറിയാം. വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പുകളും പോയി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സഹോദര. ഇന്ന് അങ്ങനല്ല. ഇന്ന് വാപ്പായ്ക്ക് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോലും ഇല്ല. പണ്ടൊക്കെ ഇന്നത്തെ പെണ്ണുങ്ങൾ ആലോചിക്കുന്ന പ്രായമുള്ളവരൊക്കെ, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചും കളിച്ചും വീട്ടിലേക്ക് കയറി വന്നപ്പോ വാപ്പ പറഞ്ഞു, ആമിന മോളെ, ആമിന ഇതാണ് പുതിയ ആപ്പിളാട്ടാ, കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞ് ഒരു കരച്ചിൽ. അവള് 2 ദിവസം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടു, ജീവിച്ചു. അടിയില്ല, വഴക്കുമില്ല, ബഹളവും ഇല്ല. ഇന്ന് പെൺമക്കൾ ഇങ്ങനെ ഇരിക്കും. വാപ്പ വരുമ്പോ പറയും, അതെ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിച്ചു തരണം. അതെങ്ങനാ മോളെ? അവൻ നമ്മുടെ ജാതി അല്ലല്ലോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ ശാല് ശരിയല്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യവും മുഷാവറ ചെയ്യും.
അഭിപ്രായങ്ങൾ ചോദിക്ക്. ഏതൊരു കാര്യങ്ങളും നിങ്ങൾ അഭിപ്രായം ചർച്ചകൾ അറിയുന്നവരോട് ചോദിക്ക്. ചെറുപ്പക്കാരായി എടുത്ത് ചാടല്ലേടാ. ഏത് കാര്യം ചെയ്താൽ അതിനകത്ത് ബർക്കത്തില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വഅലായിട്ട് കാണണ്ട, ഒരു ക്ലാസ് ആയിട്ട് കണ്ടാ മതി. അല്ലാഹുവേ, ഇന്നലെ മഹാനായ കുമ്മന ഉസ്താദ് നല്ല വഅദ് പറഞ്ഞു തന്നല്ലോ. ഇന്ന് ഞാൻ വഅദല്ല പറയുന്നത്, ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു നസീഹത്താണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്കത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? അതിലൂടെ നിനക്ക് വിജയം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിങ്ങൾ പരസ്പരം മുശാവറ ചെയ്യണേ, അറിവുള്ളവരോട് ചോദിക്കണേ, കാരണവന്മാരോട് ചർച്ച ചെയ്യണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ബർക്കത്ത് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നോക്കണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ചെയ്യുന്ന കാര്യത്തില് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ, ചെയ്യാൻ തീരുമാനിക്കുമ്പോ നീ ചിന്തിക്കണം, പടച്ചവര്, ഈ കച്ചവടം ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഇത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഇത് ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? ഇതിൽ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമോ? അല്ലാഹുവിന്റെ തൃപ്തി നീ വാങ്ങണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബർക്കത്ത് വേണമെങ്കിൽ വേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? എടാ, അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങടാ. പൊന്നു പെങ്ങളെ, പടച്ച റബ്ബിന്റെ തൃപ്തി വാങ്ങ്. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പവഴി എന്താ? അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള എളുപ്പവഴി എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹുബ്ബുൽ ഫുഖറാ والمساكين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് വ്യക്തമായി പറഞ്ഞു തരികയാ. ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മക്കളോ പരീക്ഷ എഴുതാ സ്കൂളിലേക്ക് പോകുമല്ലോ. 10ാം ക്ലാസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, +1ന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, MBBSന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, ഏതെങ്കിലും ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ, ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ